ധന്യനായ നല്ല കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഈ ദേശത്തെ കർത്തൃവേലയോട് ബന്ധത്തിലായിരിക്കുന്ന കർത്താവദാസൻ വിളിച്ച കുടുംബം, എൻ്റെ സഹോദരങ്ങൾ, പ്രിയ സുനിൽ ജിജി, അവരുടെ പൈതങ്ങൾ, പ്രത്യേകിച്ച് മിഥുൻ, ശാലിനി, അതുപോലെ ഈ സഭയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ ഓർത്ത് കർത്താവിൽ നിങ്ങൾക്ക് വന്ദനം അറിയിക്കുന്നു. ഞാനിവിടെ വന്ന സമയം മുതൽ വിവിധ മീറ്റിങ്ങുകൾ ഒന്നിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ അവസരം വിലപ്പെട്ടതാണ്. ഞങ്ങൾ എന്നെ ഒരു സഹോദരനെ പോലെ കരുതിയത് സന്തോഷത്തോടെ ഓർക്കുന്നു. കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ച ഞാൻ മടങ്ങിപ്പോവുകയാണ് ബാംഗ്ലൂരിലേക്ക്. നിങ്ങളുമായി ലഭിച്ച വിലപ്പെട്ട എല്ലാ കൂട്ടായ്മകളെയും സന്തോഷത്തോടെ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ ധന്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. 51-ാമത്തെ സങ്കീർത്തനം ആസ്പദമാക്കിയാണ് ഈ പകൽ അല്പസമയം നാം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. 51-ാമത്തെ സങ്കീർത്തനത്തിന്റെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ട, ഞാൻ പറയുന്ന വാക്യം വായിച്ചാൽ മതി. ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഒരിക്കലും അടഞ്ഞു പോകാത്ത കണ്ണും ഒരിക്കലും മന്ദമാകാത്ത ചെവിയും എപ്പോഴുമുണ്ട്. മറയ്ക്കുവാൻ കഴിയുന്ന മേഖലകൾ ഉണ്ടെങ്കിലും മറയ്ക്കാൻ കഴിയാത്ത മേഖലകളാണ് ദൈവത്തിൻ്റെത്. മനുഷ്യൻ പലതും മറന്നും തള്ളിക്കളഞ്ഞും വിടുമ്പോൾ മറവിയും തള്ളിക്കളച്ചിലും ഇല്ലാത്ത ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഈ 51-ാമത്തെ സങ്കീർത്തനം തൻ ഭക്തനായ ദാവീദ് തനിക്ക് പറ്റിയ വലിയൊരു വീഴ്ചയ്ക്ക് ശേഷം താൻ മടങ്ങി വന്നപ്പോൾ രചിച്ചതാണ് എന്ന് നമുക്കത് കാണാൻ കഴിയുന്നു. നാഥാൻ എന്ന പ്രവാചകൻ തന്റെ അടുക്കൽ വീഴ്ചയ്ക്ക് ശേഷം വന്നപ്പോൾ രാജ പദവിയിലിരിക്കുന്ന തനിക്ക് ആരും അറിയാതെ വൃദ്ധന്റെ കഴുത്തറുത്തു കൊല്ലാനുള്ള അധികാരമുണ്ട്. ആരും ചോദിക്കില്ല. പക്ഷേ തെറ്റിൽ നേരെ വിരൽ ചൂണ്ടിയവനെ വകവരുത്തി തെറ്റിനെ മറയ്ക്കാനല്ല താൻ ശ്രമിച്ചത്. സ്വർഗത്തിലെ കണ്ണുകളെ മറയ്ക്കുവാൻ തനിക്ക് കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് താൻ ഇങ്ങനെ പറഞ്ഞു, ആ മനുഷ്യൻ ഞാനാണെന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പാകെ വീഴുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് കാണുമ്പോൾ കാണിക്കുമ്പോൾ അതിനോട് നാം പ്രതികരിക്കുന്ന രീതിയെ സൂക്ഷിച്ചു വേണം നാം കൈകാര്യം ചെയ്യുവാൻ. ശാസിക്കുമ്പോൾ മനുഷ്യൻ അതരമടച്ചേക്കാം, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് മറവിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടാത്തയൊന്നും ദൈവം മുമ്പാകെ ഇല്ല. ഇന്ന് രഹസ്യമായി പറഞ്ഞ് നാളെ പുരമുകളിൽ പ്രഖ്യാപിക്കപ്പെടുമെന്നുള്ള തിരുവെഴുത്തിന്റെ സത്യത്തെ നാം മറന്നുപോകരുത്. നോക്കൂ, ആ സങ്കീർത്തനം താൻ സമർപ്പിക്കപ്പെടുമ്പോൾ, താൻ രചിച്ചപ്പോൾ 3 പ്രധാനപ്പെട്ട ചിന്തകൾ പറഞ്ഞത് എന്നെ അധികം സ്ട്രൈക്ക് ചെയ്തു. അത് ഞാൻ ഓരോന്ന് പറഞ്ഞു വിടാം സമയത്തിന്റെ പരിമിതിയിൽ. നിങ്ങൾ ആ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുക. 12-ാം വാക്യം വായിക്കണം. 51-12. ശ്രദ്ധിക്കുക. തനിക്ക് മനസ്സിലായി ഈ പാപത്തിന് ശേഷം, ആ പാപം നമുക്കറിയാം, താൻ വീണുപോയ ഒരു മണ്ഡലം. അതിനുശേഷം തനിക്ക് മനസ്സിലായി എനിക്ക് പുറം ലോകത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്കകത്ത് നഷ്ടം സംഭവിച്ചു. ശ്രദ്ധിക്കുക, ഒരു ദൈവ മനുഷ്യന്റെ വീഴ്ചയിൽ സംഭവിക്കുന്നത് ആന്തരിക നഷ്ടമായിരിക്കും. ആന്തരിക നഷ്ടം. തനിക്ക് മനസ്സിലായി എന്റെ ഉള്ളത്തിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടു. ഇതിനുശേഷം താൻ തന്റെ കിന്നരമെടുത്ത് ട്യൂൺ ചെയ്തു നോക്കി, വായിച്ചു നോക്കി. ഒരു കുഴപ്പവും ഇല്ല. അതിനു മുമ്പ് ചെയ്തതുപോലെ തന്നെ തനിക്ക് തന്റെ കിന്നരം കൊണ്ട് പാടാൻ പറ്റുന്നു. താൻ പാടി നോക്കി, പാട്ടിനും കുഴപ്പമില്ല. തന്റെ സൈന്യത്തെ നോക്കി, സൈന്യത്തിലും കുഴപ്പമൊന്നുമില്ല. തന്റെ രാജ്യത്തെ നോക്കി, എവിടെ കുഴപ്പമില്ല. തനിക്ക് മനസ്സിലായി എന്റെ നഷ്ടം അകത്തളത്തിലാണ് സംഭവിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വീഴ്ച വരുമ്പോൾ ജോലിക്ക് കുഴപ്പമില്ലെന്ന് കരുതി, ജീവിതത്തിന് വീഴ്ച വരുമ്പോൾ ശരീരത്തിന് കുഴപ്പമില്ലെന്ന് കരുതി മുമ്പോട്ട് പോകരുത്. നിങ്ങളും ഞാനും അറിയാതെ നഷ്ടപ്പെടുന്ന ആന്തരിക നന്മകൾ വളരെ വലുതാണ്. ഭക്തൻ പറയുകയാണ്, എനിക്ക് എന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, എനിക്കിന്നും പാടാം,
പക്ഷെ സന്തോഷത്തോടെ പാടാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏറ്റുമുട്ടലുകൾ ഉണ്ടായപ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന് നാം പറയും. പക്ഷെ എവിടെയോ നമുക്ക് വിലപ്പെട്ട പലതും നഷ്ടപ്പെട്ടില്ലേ? എവിടെയോ അന്തരംഗത്തിലെ പലതും നഷ്ടപ്പെട്ടില്ലേ? ആന്തരിക സന്തോഷം നഷ്ടപ്പെട്ടില്ലേ? സമാധാനം, സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ? ക്രിസ്തീയ വിശ്വാസം ഒരു ഭൗതിക പ്രദർശനമല്ല. ക്രിസ്തീയ വിശ്വാസം ഒരു ആന്തരിക യാഥാർത്ഥ്യമാണ്. ഇത് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുന്നവന് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുവാൻ കഴിയും. പുറം ലോകത്തിന് കാണാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ അകത്ത് നഷ്ടപ്പെട്ടു അല്ലേ? പല വീഴ്ചകളും നമ്മുടെ മനസ്സാക്ഷിയെ നഷ്ടപ്പെടുത്തിയില്ലേ? പല വീഴ്ചകളും നമ്മുടെ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തിയില്ലേ? നമുക്ക് ഈ ദിവസം തിരിച്ചറിയണം, എന്റെ നഷ്ടം എന്റെ ആന്തരിക തലത്തിൽ സംഭവിച്ചെങ്കിൽ ദൈവമേ ഞാൻ മടങ്ങി വരാൻ തയ്യാറാ. പലതിലും പിടിക്കപ്പെട്ടില്ല എന്ന് കരുതി പുറം ലോകത്ത് പലതും മൂടി വെക്കാൻ ശ്രമിക്കുമ്പോഴും നാളുകളായി നിന്റെ അന്തരംഗത്ത് നഷ്ടപ്പെടുന്നത് ഒരിക്കൽ നീ തിരിച്ചറിയും. ഇന്ന് പകൽക്കാലം ദൈവത്തോട് എനിക്കറിയാൻ പറയാം, ആന്തരിക സന്തോഷം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്? നമുക്ക് ഈ ദിവസങ്ങൾ തിരിച്ചറിയണം, എനിക്ക് എന്റെ അകത്ത് നഷ്ടപ്പെട്ടത് ദൈവമേ ഒന്ന് തിരികെ തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ ലോകം വല്ലാത്തൊരു ലോകമാണ്. ശിംശോൻ യുദ്ധക്കളത്തിൽ ജയിച്ചവനാണെങ്കിലും ജീവിതത്തിൽ ശിംശോൻ പരാജയപ്പെട്ടവനായിരുന്നു. ശലോമോൻ തത്വശാസ്ത്രത്തിലും ലോക വൈജ്ഞാനിക മേഖലകളിലും ജയിച്ചവനായിരുന്നെങ്കിലും തന്റെ ഈ കാലഘട്ടത്തിൽ ദേശത്തു നിന്ന് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആരാധന കുറഞ്ഞു പോകുകയും അന്യദൈവങ്ങൾ ദേശത്തേക്ക് വരികയും ചെയ്തു. ആരാധന ഗീതങ്ങൾ എണ്ണമറ്റത് പാടിയ ദാവീദിനെ കൊണ്ട് അനുതാപത്തിന്റെ ഗീതം പാടിച്ച ഈ ലോകം, നീതിമാനും വിശ്വസ്തനുമായ നോഹയെ കൊണ്ട് ശാപത്തിന്റെ വാക്കുകൾ വായിൽ നിറച്ചു വെച്ച ലോകം, എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്ന കണികളെ കാണണം. വിശക്കുന്ന ഏശാവിന് ഇന്നും കളറുള്ള പായസം സമൂഹത്തിലുണ്ട്. ദ്രവ്യാഗ്രഹിയായ ആഖാന് ഇന്നും മിന്നുന്ന പൊൻകട്ടികൾ എവിടെയൊക്കെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. നാം ആണ് ഇതിനെ ജയിക്കേണ്ടത്. നമുക്ക് പറയാം, എന്റെ ആന്തരികമായ തലത്തിൽ പലതും നഷ്ടപ്പെടുന്നു. എന്റെ ദൈവമേ, എനിക്കതൊന്ന് മടക്കി തരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ വിടുതലുകൾ ഈ ദിവസങ്ങൾ ദൈവം തമ്പുരാൻ ചെയ്യും. വലിയ മാറ്റങ്ങൾ ദൈവം തമ്പുരാൻ വരുത്തും. സർവശക്തനായ ദൈവത്തോട് നമുക്ക് ഒന്നിച്ചു പറയാം, കർത്താവേ എന്റെ നഷ്ടപ്പെട്ട ആന്തരിക സന്തോഷം ഒന്ന് തരണമേ. ദൈവജനമേ ആരാധിക്കുന്നുള്ള സത്യമാ. പക്ഷെ എത്ര നാളായി ഹൃദയ സന്തോഷത്തോടെ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് ആരാധനയ്ക്ക് വരുന്നുള്ള സത്യമാണ്, പ്രാർത്ഥിക്കുന്നുള്ള സത്യമാ. പക്ഷെ എത്ര നാളായി നമ്മുടെ ഹൃദയം തുറന്നൊന്ന് ആനന്ദിച്ചിട്ട് ഒരു ഭക്തൻ വീട്ടിൽ പെരുമാറുന്നതും ആലയത്തിൽ പെരുമാറുന്നതും ഒരുപോലെ കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് വീട്ടിൽ നഷ്ടപ്പെട്ടത് ആലയത്തിന്റെ നഷ്ടമാകും, ആലയത്തിന് നഷ്ടപ്പെട്ടത് വീട്ടിലെ നഷ്ടമാകും.